കോഴിക്കോട് മലവെള്ളപ്പാച്ചിലിൽ 6 പേരെ കാണാതായി. കുറ്റ്യാടി മരുതോങ്കര കോതോടിയിലാണ് സംഭവം. കുളിക്കാനിറങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടൻ ചേരുന്നു. കുട്ടൻ, എപ്പോഴാണ് അപകടമുണ്ടായത്? മറ്റു വിശദാംശങ്ങൾ കൂടി. ധന്യ, കോഴിക്കോട് മലയോര പ്രദേശമായ കുറ്റ്യാടിയിലാണ് സംഭവം. കുറ്റ്യാടി പശുക്കടവിൽ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ദുരന്തം സംഭവിച്ചത്. കാട്ടിനകത്ത് ഉരുൾപൊട്ടി അതിനെ തുടർന്ന് ഇതുവഴി ഒഴുകുന്ന തൃക്കന്തോട് പുഴ കരകവിഞ്ഞ് ഒഴുകുകയായിരുന്നു. അപ്രതീക്ഷിതമായിരുന്നു മലവെള്ളപ്പാച്ചിൽ വന്നത്. ഈ സമയത്ത് ഇവിടെ 10ലധികം പേർ ഈ പുഴയുടെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതിൽ 9 വിദ്യാർത്ഥികളായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിൽ 3 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി 6 പേർ രക്ഷപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒഴുക്കിൽ പോയോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ഇവിടെ തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. 3 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി 6 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവർ പുഴയുടെ മറുഭാഗത്തുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള വിവരവും ലഭ്യമല്ല. അത്തരമൊരു സംശയമുണ്ട്. കാരണം ഇപ്പോൾ നല്ല ഇരുട്ടായതിനാൽ ഒന്നും കാണാൻ വേണ്ടി സാധിക്കാത്ത ഒരു സ്ഥിതിയാണുള്ളത്. മലയോര മേഖലയായതിനാൽ വൈകിട്ടോടുകൂടി തന്നെ, പ്രത്യേകിച്ച് കാട് പ്രദേശമായ വനപ്രദേശമായതിനാൽ വൈകിട്ടോടുകൂടി തന്നെ ഇവിടെ ഇരുൾ മൂടിയിരുന്നു. അതിനുശേഷമായിരുന്നു ഈ സംഭവം നടന്നത്. ഏതായാലും തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. ധന്യ, കുട്ടൻ, എന്താണ് ഇത്തരത്തിൽ ഒരു മഴവെള്ളപ്പാച്ചിൽ ഉണ്ടാവാൻ കാരണം എന്താണ്? ഉരുൾപൊട്ടാനുണ്ടായ കാരണം ശക്തമായ മഴയാണോ, ഇല്ലെങ്കിൽ ഡാമുകൾ തുറന്ന അത്തരത്തിലുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവാൻ കാരണം? തന്നെ ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം ഈ മേഖലയിൽ ഇപ്പോൾ വലിയ മഴയില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. കോഴിക്കോട് നഗരത്തിൽ നിന്നും 1.5 മണിക്കൂറോളം ദൂരമുണ്ട് ഈ പ്രദേശത്തേക്ക്. ഇവിടെ നിന്നുള്ള നാട്ടുകാരെ ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ അത്തരത്തിൽ ഒരു ഉരുൾപൊട്ടേണ്ട തരത്തിലുള്ള വലിയ മഴ ഉണ്ടായിരുന്നില്ല. വനത്തിനകത്തും അത്തരം മഴ പെയ്തതായ ഒരു സൂചനയില്ല. പക്ഷെ പിന്നീട് എന്താണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടാനുള്ള കാരണം എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാവുന്നതേ ഉള്ളൂ. ഏതായാലും ശക്തമായ വെള്ളമാണ്, മലവെള്ളപ്പാച്ചിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്താകെ വലിയ കൃഷിനാശം ഉണ്ടായിരിക്കുന്നു. പുഴയുടെ വശങ്ങൾ മുഴുവൻ ഈ വെള്ളം കരകവിഞ്ഞൊഴുകിയതിനാൽ പുഴയുടെ വശങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിലാണ്. ഇവിടെയുള്ള കൃഷി സ്ഥലങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. ജനങ്ങളെ, പരിസര പ്രദേശത്തുള്ള ജനങ്ങളെ ഇവിടെ നിന്നും ഒഴിപ്പിച്ചിട്ടുമുണ്ട്. ധന്യ, കുട്ടൻ, ഇതിപ്പോൾ ആദ്യമായല്ല. ഇത്തരത്തിൽ കുറ്റ്യാടി ഭാഗങ്ങളിൽ ഇതിനു മുൻപും കഴിഞ്ഞ വർഷത്ത് പോലും അപകടങ്ങൾ ഇതിനേക്കാൾ ഭീകരമായ, ഇല്ലെങ്കിൽ ഇത്രത്തോളം വരുന്ന അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ സ്ഥലത്ത് തന്നെയാണോ ഇപ്പോൾ അപകടം നടന്നിരിക്കുന്നത്? രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ച് കൂടി. തന്നെ ഇവിടെ ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിലുകൾ ചില ഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ മലയോര പ്രദേശമായതിനാൽ തന്നെ ഇവിടെ അതിനുള്ള സാധ്യതകൾ കൂടുതലുമാണ്. പ്രത്യേകിച്ച് വനപ്രദേശമാണ്, അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളും ആണ്. അതുകൊണ്ട് ഈ ഉരുൾപൊട്ടലിന്റെ സാധ്യതകൾ പല ഘട്ടങ്ങളിലും ഉണ്ടാകാറുണ്ട്. പല ഘട്ടങ്ങളിലും ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ ഇത്തവണ നടന്നത് വളരെ അവിചാരിതമായി. സാധാരണയായി വലിയ മഴ ഉണ്ടാകുമ്പോഴാണ്, കോരിച്ചൊരിയുന്ന മഴ ഉണ്ടാകുമ്പോഴാണ് ഇത്തരത്തിൽ വനത്തിനകത്തും പുറത്തുമൊക്കെ ഇത്തരത്തിൽ വലിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാറുള്ളത്. ഇത്തവണ പക്ഷെ അത്തരത്തിൽ മഴ പെയ്തിട്ടില്ല. അതുകൊണ്ട് മേഘസ്ഫോടനമാണോ എന്നുൾപ്പെടെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും ഈ കാണാതായവരിൽ 3 പേരെ രക്ഷപ്പെടുത്തി ഇവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇവർക്ക് വലിയ പരിക്കില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ബാക്കി 6 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഊർജിതമായ രീതിയിൽ തന്നെയാണ് തെരച്ചിൽ നടക്കുന്നത്. വലിയ പോലീസ് സംഘം ഇവിടെയുണ്ട്. ഫയർഫോഴ്സും അതുപോലെ തന്നെ പരിസരവാസികളും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള വലിയ സംഘം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. ധന്യ, കുട്ടൻ, ഇപ്പോഴും വെള്ളത്തിന്റെ അടിയിൽ വ്യത്യാസം വരുന്നുണ്ടോ? വെള്ളം ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണോ? വലിയൊരു വെള്ളപ്പൊക്കത്തിന്, ഇല്ലെങ്കിൽ ഒരുപാട് കൃഷികൾ നശിക്കുന്നതിനുള്ള സാധ്യതകളും, ഇല്ലെങ്കിൽ വീടുകൾക്ക് പോറലേൽക്കാനുള്ള സാധ്യതകളും ഉണ്ടോ? ധന്യ, ജനങ്ങളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടുള്ള വലിയ ഒരു മലവെള്ളപ്പാച്ചിൽ തന്നെയാണ് ഉണ്ടായതെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്നത്. അവിടുത്തെ ആൾക്കാരിൽ നിന്നും അത്തരം വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിൽ തന്നെയാണുള്ളത്. പരിസര പ്രദേശങ്ങൾ മുഴുവൻ, ഈ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് പരിസര പ്രദേശങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിലായിരിക്കുകയാണ്. പരിസരത്തു നിന്നുള്ള ജനങ്ങളെ, ഇവിടെ തൊട്ടടുത്ത് പുഴ ഒഴുകുന്ന വഴികളിലുള്ള പരിസരവാസികളൊക്കെ ഇവിടെ നിന്നും മാറ്റിയിട്ടുമുണ്ട്. ധന്യ, കോഴിക്കോട് മലവെള്ളപ്പാച്ചിലിൽ 6 പേരെ കാണാതായി. കുറ്റ്യാടി മരുതോങ്കര കോതോടിയിലാണ് അപകടം. കുളിക്കാനിറങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട 3 വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തി. മറ്റ് 6 പേർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. പി വി കുട്ടനാണ് വിശദാംശങ്ങൾ നൽകിയത്.
മറ്റു വാർത്തകളിലേക്ക്. കാശ്മീർ ബാരാമുള്ളയിലെ ഉറി സൈനിക ബ്രിഗേഡ് ആസ്ഥാനത്തെ ഭീകരാക്രമണത്തിൽ 17 സൈനികർ കൊല്ലപ്പെട്ടു. മുഴുവൻ ഭീകരരെയും സൈന്യം വധിച്ചു. 20 സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ആക്രമണത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന സൈന്യം അറിയിച്ചു. വിവരങ്ങളുമായി മനു ശങ്കർ ടെലിഫോണിൽ ചേരുന്നു. ആ റിപ്പോർട്ടിലേക്ക്. പുലർച്ചെ 5 മണിയോടെ കമാൻഡോ ശൈലിയിൽ സൈനിക വേഷത്തിലെത്തിയ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഉറിയിലെ സൈനിക കേന്ദ്രത്തിൽ പ്രവേശിച്ചാണ് ആക്രമണം നടത്തിയത്. ശ്രീനഗർ മുസാഫറാബാദ് ദേശീയപാതയ്ക്കരികിലുള്ള സൈനിക ബ്രിഗേഡിലായിരുന്നു ഭീകരാക്രമണം. AK-47 അടക്കം വൻ ആയുധശേഖരവുമായി സൈനിക കേന്ദ്രത്തിൽ പ്രവേശിച്ച ഭീകരർ ആദ്യം ബാരക്കുകൾക്ക് നേരെ വെടിയുതിർത്ത് തീ പടർത്തി. പിന്നീട് സൈനികർക്ക് നേരെയും വെടിയുതിർത്തു. സൈന്യം തിരിച്ചടിച്ചതോടെ ഭീകരിൽ ഒരാൾ ചാവേറായി പൊട്ടിത്തെറിച്ചു. പോരാട്ടം മണിക്കൂറുകൾ നീണ്ടുനിന്നതോടെ 21st പാരാ ട്രൂപ്പിനെ അടിയന്തരമായി സൈനിക കേന്ദ്രത്തിൽ ഹെലികോപ്റ്റർ മുഖാന്തരം എത്തിച്ചു. പിന്നീട് സംയുക്തമായി നടത്തിയ തിരിച്ചടിയിലാണ് 3 ഭീകരരെ കൂടി വധിച്ചത്. ചാവേർ ആക്രമണത്തെ തുടർന്ന് 17 സൈനികർ കൊല്ലപ്പെട്ടു. 20 സൈനികർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ സൈനികരെ 70 കിലോമീറ്റർ അകലെയുള്ള ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഭീകരാക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു. ഭീകരാക്രമണം ഭീരുത്വമാണെന്നും ആക്രമണം നടത്തിയവരെ ശിക്ഷിക്കാതെ വിടില്ലെന്നും നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു. വിദേശ സന്ദർശനം റദ്ദാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ദില്ലിയിൽ ചേർന്നു. 2014 ശേഷം കാശ്മീരിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഭീകരാക്രമണമാണിത്. പത്താൻകോട്ടിന് ശേഷമുള്ള ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചയും. തുടർ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്താവളങ്ങൾ, റെയിൽവേ, മെട്രോ സ്റ്റേഷനുകൾ, തിരക്കേറിയ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ സുരക്ഷ കർശനമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. വാർത്തകളിലേക്ക്. സൗമ്യ വധക്കേസിൽ സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ ഹാജരാകുമെന്ന് നിയമമന്ത്രി AK ബാലൻ. റിവ്യൂ ഹർജി ഈ ആഴ്ച തന്നെ നൽകും. അറ്റോർണി ജനറൽ തുറന്ന കോടതിയിൽ വാദം നടത്തുമെന്നും നിയമമന്ത്രി. UDF സർക്കാർ നിയമിച്ച പ്രോസിക്യൂട്ടർ തുടരുകയാണ് ചെയ്തതെന്നും ഉമ്മൻചാണ്ടിയുടേത് തരംതാണ രാഷ്ട്രീയ കളിയെന്നും AK ബാലൻ ദില്ലിയിൽ പ്രതികരിച്ചു. സൗമ്യ വധക്കേസിൽ ഗോവിന്ദചാമിയെ കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കിയുള്ള സുപ്രീംകോടതി വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള റിവ്യൂ ഹർജി ഈ ആഴ്ച തന്നെ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നും അപേക്ഷ നൽകും. സംസ്ഥാന സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി തന്നെ ഹാജരാകും. അറ്റോർണി ജനറലുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം നിയമമന്ത്രി AK ബാലൻ തന്നെയാണ് ദില്ലിയിൽ ഇക്കാര്യം പറഞ്ഞത്. സൗമ്യ വധക്കേസ് വീണ്ടും തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി ഫയൽ ചെയ്യും. സർക്കാരിൻ്റെ ഈ ആവശ്യമുന്നയിച്ച് അറ്റോർണി ജനറൽ തുറന്ന കോടതിയിൽ പ്രത്യേക പരാമർശം നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനും ടെലിഫോണിലൂടെ അറ്റോർണി ജനറലുമായി ചർച്ച നടത്തിയിരുന്നു. പുതിയ തെളിവുകളൊന്നും സുപ്രീം കോടതി മുമ്പാകെ സർക്കാർ ഹാജരാക്കില്ല. എന്നാൽ കൊലക്കുറ്റം ചുമത്താവുന്ന നിലവിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ വീണ്ടും വസ്തുതാപരമായി ചൂണ്ടിക്കാട്ടും. സെഷൻസ് കോടതിയും അതുപോലെ തന്നെ ഹൈക്കോടതിയും കൺകറൻ്റായി കണ്ട കാര്യങ്ങളിലെല്ലാം 302 ഒഴികെ ബാക്കിയുള്ളതെല്ലാം തെളിഞ്ഞതാണ്. ഈ 302 നിലനിൽക്കും എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം. സാക്ഷിയായിരുന്ന മധ്യവയസ്കനെ കണ്ടെത്താനാകാത്തത് പ്രോസിക്യൂഷന്റെ പരാജയമാണെന്നും UDF വിഷയം തരംതാണ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം വിവാദത്തിൽ പുനരന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു. അന്വേഷണം 3 മാസത്തിനകം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടറിന് സർക്കാർ നിർദ്ദേശം നൽകി. ഫോറൻസിക് വകുപ്പ് മേധാവി ഷെർലി വാസുവാണോ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഉമേഷാണോ പോസ്റ്റ്മോർട്ടം നടത്തിയതെന്നായിരുന്നു തർക്കം. സൗമ്യ വധക്കേസിൽ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് മുൻപേ വിവാദമുയർന്നിരുന്നു. ഫോറൻസിക് വകുപ്പ് മേധാവി ഡോക്ടർ ഷേർലി വാസുവാണോ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഉന്മേഷാണോ പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്നായിരുന്നു തർക്കം. പോസ്റ്റ്മോർട്ടം നടത്തിയത് താനാണ് എന്നായിരുന്നു ഉന്മേഷിന്റെ നിലപാട്. കോടതിയിൽ പ്രതിഭാഗം ഉന്മേഷിനെ വിസ്തരിക്കുകയും ചെയ്തു. എന്നാൽ ഇതേ തുടർന്നുണ്ടായ പ്രചരണം പ്രതിഭാഗത്തെ ഉന്മേഷ് സഹായിച്ചു എന്നാവുകയും ഉന്മേഷ് സസ്പെൻഷനിലാവുകയും ചെയ്തു. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ പങ്കാളിയായിരുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വകുപ്പുതല അന്വേഷണത്തിൽ നൽകിയ മൊഴി നിർണായകമായി. ഉന്മേഷാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്നും താൻ അസിസ്റ്റ് ചെയ്തു എന്നും രാജേന്ദ്ര പ്രസാദ് മൊഴി നൽകുകയായിരുന്നു. എന്നാൽ ഈ മൊഴി അന്തിമ റിപ്പോർട്ടിൽ നിന്ന് അന്ന് ഒഴിവാക്കിയത് ഉന്മേഷിന് പ്രതികൂലമായി. ആദ്യം സസ്പെൻഷനിലാവുകയും പിന്നീട് തിരികെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തെങ്കിലും ഡോക്ടർ ഉന്മേഷിൻ്റെ ഇൻക്രിമെൻ്റ് റദ്ദാക്കി. ഈ സാഹചര്യത്തിൽ ഡോക്ടർ ഉന്മേഷ് സർക്കാരിൽ വകുപ്പുതല പുനരന്വേഷണത്തിന് അപേക്ഷ നൽകുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് സർക്കാർ പുനരന്വേഷണത്തിന് മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടറെ ചുമതലപ്പെടുത്തി ഉത്തരവിറക്കിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പരാമർശങ്ങൾ സുപ്രീം കോടതിയിൽ തിരിച്ചടിയായെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ പുനരന്വേഷണത്തിന് പ്രസക്തിയേറെയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാന സർക്കാരിന്റെ ഓണം
വാരാഘോഷത്തിന്റെ സമാപനം തിരുവനന്തപുരത്ത് നടക്കുന്നു. തത്സമയത്തിലേക്ക് ഓണം വാരാഘോഷത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള സാംസ്കാരിക ഘോഷയാത്ര സേവനങ്ങളും വിവിധതരം പരിശീലന പരിപാടികൾ നൂതന ആശയങ്ങൾ സംരംഭങ്ങളാക്കുന്നതിനുള്ള സാങ്കേതിക സാമ്പത്തിക വികസന സഹായം നൽകുന്നതിനായി എല്ലാ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിലും മറ്റു വാർത്തകളിലേക്ക്. തെരുവുനായയുടെ കടിയേറ്റ് തമിഴ്നാട് സ്വദേശി കോഴിക്കോട് മരിച്ചു. പേവിഷബാധയേറ്റാണ് മരിച്ചത്. വിവരങ്ങളുമായി മേഘ ചേരുന്നു. മേഘ, ആർക്കാണ് മരണം സംഭവിച്ചിരിക്കുന്നത്? എപ്പോഴായിരുന്നു നായ കടിച്ചത്? വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി. ധന്യ, തമിഴ്നാട് സ്വദേശിയായ ലക്ഷ്മിയാണ് ചികിത്സയിൽ ഇരിക്കെ മരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഇവർക്ക് തെരുവുനായയുടെ കടിയേറ്റത്. പക്ഷേ ഇവർ ആശുപത്രിയിലെത്തിയത് ഇന്നലെ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ട കൃത്യമായ ചികിത്സ നൽകാനും സാധിച്ചില്ല. അല്പം മുമ്പാണ് ഇന്നലെയാണ് ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം ഇന്ന് വൈകിട്ടോടെയാണ് മരണം സംഭവിച്ചത്. ധന്യ. മേഘമാധവനാണ് വിശദാംശങ്ങൾ നൽകിയത്. വാർത്തകളിലേക്ക്. കേരള സർക്കാരിന്റെ ഓണാഘോഷത്തിലെ സാഹിത്യ പരിപാടികൾ സമാപിച്ചു. തിരുവനന്തപുരത്ത് വിജയടി ഹാളിൽ നടന്ന സമാപന കവിയരങ്ങ് ഏഴാഞ്ചേരി രാമചന്ദ്രനും കഥയരങ്ങ് KV മോഹൻകുമാറും ഉദ്ഘാടനം ചെയ്തു. P. നാരായണക്കുറുപ്പ്, PP രാമചന്ദ്രൻ, റഫീഖ് അഹമ്മദ്, S. ജോസഫ്, അൻവർ അലി, അനിത തമ്പി, P. രാമൻ, NP ചന്ദ്രശേഖരൻ, R. രമേശൻ നായർ, ബിജു ബാലകൃഷ്ണൻ, M. രാജീവ് കുമാർ, B. മുരളി, ഇന്ദുഗോപൻ, SR ലാൽ, KR മല്ലിക തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 5 ദിവസമായി നടന്ന പരിപാടികളിൽ 87 കവികളും 27 കഥാകൃത്തുക്കളും മാമ്പഴം കാവ്യവേദിയിൽ 25 വിദ്യാർത്ഥി പ്രതിഭകളും പങ്കെടുത്തു. പ്രമുഖ വസ്ത്ര നിർമ്മാതാക്കളായ MCR ഗ്രൂപ്പിന്റെ 2ാം ഷോറൂം കോയമ്പത്തൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ക്രോസ് കട്ട് റോഡിലെയും ഒപ്പനക്കര സ്ട്രീറ്റിലെയും ഷോറൂമുകളുടെ ഉദ്ഘാടനം MCR ഗ്രൂപ്പ് സ്ഥാപകൻ MA ചാക്കോയും ഭാര്യ TA ഏലിയമ്മയും ചേർന്ന് നിർവഹിച്ചു. MCR ബ്രാൻഡ് അംബാസിഡർ നടൻ പ്രഭു ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ആദ്യ വിൽപ്പനയും പ്രഭു നിർവഹിച്ചു. MCR ഗ്രൂപ്പ് ചെയർമാൻ MC റോബിൻ, മാനേജിംഗ് ഡയറക്ടർ MC റിക്സൺ, കോയമ്പത്തൂർ മേയർ രാജ്കുമാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കോഴിക്കോട് കോസ്മോസ് സ്പോർട്സിൽ നിർമ്മിച്ച ബാഡ്മിന്റൺ റാക്കറ്റ് ഗിന്നസ് വേൾഡിൽ ഇടം പിടിച്ചു. 18 മീറ്റർ ഉയരവും 6 മീറ്റർ വീതിയുമുള്ള റാക്കറ്റ് രൂപകൽപ്പന ചെയ്തത് കാർട്ടൂണിസ്റ്റ് ദിലീപാണ്. 50 മണിക്കൂർ കൊണ്ടാണ് റാക്കറ്റ് നിർമ്മിച്ചത്. കോസ്മോസ് സ്പോർട്സിൽ നടന്ന ചടങ്ങിൽ MK രാഘവൻ MP-യും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് TP ദാസനും ചേർന്ന് സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിച്ചു. കോസ്മോസ് സ്പോർട്സ് ചെയർമാൻ AK നിഷാദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ നിസാർ, നിഷാദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.